ഒരു എക്സിക്യൂട്ടീവ് കോച്ച് എന്ന നിലയിൽ പലരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന്. അതിനുള്ള ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അപകടകരമായ ആത്മവിശ്വാസം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതിനെക്കുറിച്ചാണ്. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? നമുക്ക് ആദ്യം തന്നെ യഥാർത്ഥ ആത്മവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാം. അതൊരിക്കലും ഒരു മുറിയിലെ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളാവുന്നതിലല്ല, മറിച്ച് അതൊരു ശാന്തമായ ശക്തിയാണ്. നിങ്ങൾ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു തരം സ്റ്റെബിലിറ്റി. അതാണ്. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത്. യഥാർത്ഥ ആത്മവിശ്വാസം എപ്പോഴും ശാന്തവും ശക്തവുമാണ്. എന്നാൽ പലരും കരുതുന്നത് അത് ബഹളം വെക്കുന്നതും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുമാണെന്നാണ്. ഈ ദുർബലമായ പൊള്ളയായ ആത്മവിശ്വാസവും ഒരു യഥാർത്ഥ ലീഡറിന്റെ ശാന്തമായ ആത്മവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ രണ്ടു തരം ആത്മവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതിലൊന്ന് എപ്പോഴും പുറത്തുനിന്നുള്ള അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ എപ്പോഴും ദുർബലരാക്കും. എന്നാൽ രണ്ടാമത്തേത്, അത് വരുന്നത് ഉള്ളിൽ നിന്നാണ്, നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തിൽ നിന്ന്. അതാണ് നിങ്ങളെ ശരിക്കും ശക്തനാക്കുന്നത്. ഇനി ഒന്നാലോചിച്ചു നോക്കൂ. ശരിക്കുമുള്ള ഹൈസ്റ്റേക്ക് സിറ്റുവേഷൻസിൽ, അതായത് ഒരു ബോർഡ് റൂമിലോ ഒരു വലിയ ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലോ, ഇതെത്ര പവർഫുള്ളാണെന്ന്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അത് നേരിട്ട് അധികാരമായി മാറും. ഒന്നും നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കുക? ആദ്യം നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ്. നിങ്ങളോട് തന്നെ നടത്തുന്ന സംഭാഷണത്തിൽ നിന്ന്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നത് കാലക്രമേണ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ വ്യക്തമായി കാണാൻ സാധിക്കും. നിങ്ങൾ സ്വയം വില കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ പുറത്തും അത് പ്രതിഫലിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ സംസാരത്തെ എങ്ങനെ മാറ്റിയെടുക്കാം? അതിന് സിമ്പിളായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ശബ്ദത്തെ തിരിച്ചറിയുക, അതിനെ പിടിക്കുക. രണ്ടാമത്, ആ ചിന്തകളെ പോസിറ്റീവായി മാറ്റിയെഴുതുക. അവസാനമായി, ഈ പുതിയ ശക്തമായ ചിന്തയെ ബോധപൂർവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഒരു തെർമോസ്റ്റാറ്റ് പോലെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഈ ഇന്നർ വോയിസ് ആണ്. നിങ്ങളുടെ ഉള്ളിലെ തെർമോസ്റ്റാറ്റ് താഴ്ന്ന നിലയിലാണെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന വിജയങ്ങളെല്ലാം താൽക്കാലികമായിരിക്കും. യഥാർത്ഥ ആത്മവിശ്വാസം വേണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ ഈ സെറ്റിംഗ്സ് മാറ്റണം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ആത്മാഭിമാനമാണ് ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. അതായത് ഇത് വലിയ വലിയ അച്ചീവ്മെന്റ്സിൽ നിന്നല്ല വരുന്നത്, മറിച്ച് നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അതിരുകൾ വ്യക്തമായി സൂക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലെ കളി നമ്മൾ സ്ട്രോങ് ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ ആത്മവിശ്വാസം എങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തു കൊണ്ടുവരാം? നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ശരീരഭാഷ, എന്തിന് നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പോലും ഇതിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങളൊരു വാക്ക് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ശരീരം നിങ്ങൾ ആരാണെന്ന് ആ റൂമിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ശക്തി. നിങ്ങളുടെ നിൽപ്പ്, നോട്ടം, ചലനങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റേണ്ടത്? കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ട്. എപ്പോഴും നിവർന്നു നിൽക്കുക, തോളുകൾ റിലാക്സ് ചെയ്ത് പുറകോട്ടാക്കുക. സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ നോക്കുക. തിടുക്കമില്ലാതെ ഒരു ലക്ഷ്യബോധത്തോടെ നടക്കുക. പിന്നെ ഉറച്ച ഒരു ഹസ്തദാനം നൽകുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വ്യത്യാസം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. പക്ഷെ നിങ്ങളുടെ ഏറ്റവും പവർഫുള്ളായ റെസ്പോൺസ് പലപ്പോഴും നിശബ്ദതയാണ്. ഇത് ലീഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന അതിശക്തമായൊരു ടൂളാണ്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷേ നിശബ്ദത എന്ന് പറയുന്നത് ഒഴിഞ്ഞുമാറലല്ല, അത് പവർഫുള്ളാണ്. സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പ്രകോപനങ്ങളെ ഇല്ലാതാക്കാനും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനും നിങ്ങളുടെ വൈകാരിക നിയന്ത്രണം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും സാധിക്കും. യഥാർത്ഥ ലീഡേഴ്സിന്റെ സംസാര രീതി ശ്രദ്ധിച്ചാൽ ഇത് വ്യക്തമാകും. അവർ ഒരുപാട് സംസാരിക്കില്ല, പക്ഷേ അവർ പറയുന്ന ഓരോ വാക്കിനും നല്ല ഭാരമുണ്ടാകും. കാരണം യഥാർത്ഥ അധികാരം ഒരു സംഭാഷണത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലല്ല, മറിച്ച് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും സംസാരിക്കുന്നതിലാണ്. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ലീഡർഷിപ്പിന്റെ ഏറ്റവും ഉയർന്ന തലം. അതായത് പുറത്തു നടക്കുന്ന കാര്യങ്ങളോ സംഭവിക്കുന്ന ഫലങ്ങളോ നിങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത ഒരവസ്ഥ. യഥാർത്ഥത്തിൽ തൊട്ടുകൂടാനാവാത്ത ഒരവസ്ഥ. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുകയാണോ
അതോ ലീഡ് ചെയ്യുകയാണോ? ഈ പ്രതികരണത്തിൽ നിന്ന് നേതൃത്വത്തിലേക്കുള്ള മാറ്റമാണ് ഏറ്റവും വലിയ ശക്തി. അത് നിങ്ങളെ, സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ലീഡർ സാഹചര്യത്തിന് ടോൺ സെറ്റ് ചെയ്യും, എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കും. എന്നാൽ പ്രതികരിക്കുന്നയാൾ എപ്പോഴും ഒരു പടി പിന്നിലായിരിക്കും. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അവരെ നിയന്ത്രിക്കാൻ അവർ സ്വയം അനുവദിച്ചു കൊടുക്കും. ഇത് നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ട്. ഫലത്തിൽ നിന്ന് വൈകാരികമായി ഒരകലം പാലിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങളുടെ തയ്യാറെടുപ്പ്, നിങ്ങളുടെ പ്രകടനം. ഒരു പ്രത്യേക ഫലം കിട്ടണമെന്ന നിർബന്ധം ഒഴിവാക്കുക. പകരം നിങ്ങളുടെ പ്രയത്നത്തിൽ വിശ്വസിക്കുക. ഇത് നിങ്ങളെ പരാജയഭീതിയിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. റിജക്ഷനെ ഭയമില്ലാത്ത ഒരാളെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തിരസ്കരണത്തെ ഒരു വ്യക്തിപരമായ പരാജയമായി കാണരുത്. പകരം ഉന്നതതല നേതൃത്വത്തിനാവശ്യമായ കരുത്തു വളർത്തുന്ന ഒരു ഉരകല്ലായി അതിനെ കാണുക. ശരി, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം എങ്ങനെ പ്രായോഗികമാക്കാം? നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഇതായിരിക്കും അചഞ്ചലമായ ആത്മവിശ്വാസത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യപടി. ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഇതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ ജീവിക്കുക. നിങ്ങളുടെ സന്തോഷത്തിനും അംഗീകാരത്തിനും മറ്റൊരാളെ ആവശ്യമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ നിങ്ങളെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ വളരെ ആകർഷകമായി മാറും. അതുകൊണ്ട് കാര്യങ്ങൾ ചുരുക്കി പറയുന്നതിനു പകരം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഈ മാറ്റം ഇപ്പോൾ തന്നെ ആരംഭിക്കാനുള്ളൊരവസരമാണിത്. നമ്മൾ സംസാരിച്ച ഈ തത്വങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്?